നമസ്കാരം. ജെയിം ടോക്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രീപോൾ സർവേകളുടെ കാലമാണ്. ചാനലുകളൊക്കെ മത്സരിച്ച് പ്രീപോൾ സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഒരു പ്രീപോൾ സർവേയുടെ റിസൾട്ടല്ല, പല ചാനലുകളുടെ പല സർവേകളുടെ റിപ്പോർട്ടുകൾ ഒരേ സമയം കാണേണ്ട അവസ്ഥയിലാണ്. ചുരുക്കി പറഞ്ഞാൽ ആളുകളെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ അട്ടർ കൺഫ്യൂഷനിലാണ്. ഏതൊക്കെ പ്രവചനങ്ങൾ, ആരൊക്കെ ജയിക്കും, ആരൊക്കെ തോക്കുന്നു എന്നൊരു വ്യക്തതയുമില്ല. എവിടെയൊക്കെയോ ആരൊക്കെയോ ജയിക്കും, എവിടെയൊക്കെയോ ആരൊക്കെയോ തൂക്കും എന്ന് പറയുന്നത് മാത്രമാണ് ഇപ്പോൾ ആളുകളുടെ മനസ്സിലുള്ളത്. ഏറ്റവും ആദ്യം സർവേ റിസൾട്ടുമായിട്ട് രംഗത്ത് വന്നത് മനോരമ ന്യൂസ് ചാനലാണ്. അവർ സീ വോട്ടർ എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു ഏജൻസിയുമായിട്ട് ചേർന്നാണ് അവർ സർവേ നടത്തിയത്. മനോരമയുടെ സർവേയിൽ UDF ഒരു എഡ്ജുള്ളതായിട്ട് പറയുന്നുണ്ട്. LDF തൊട്ട് പുറകിൽ. അവർ NDA സംബന്ധിച്ച് വളരെ കുറച്ച് 2 മുതൽ 5 വരെ സീറ്റുകൾ മാത്രമേ പ്രവചിക്കുന്നുള്ളൂ. എന്നാൽ മാതൃഭൂമി ന്യൂസിൻ്റെ സർവേ നേരെ തിരിച്ചാണ്. മാതൃഭൂമി ന്യൂസ് പറയുന്നത് LDF ഒരു എഡ്ജ് എന്നാണ്. പക്ഷേ ഇത് രണ്ടിൻ്റെയും ഒരു പ്രത്യേകത, രണ്ടും ഏറെക്കുറെ ആ ഒരു ഭൂരിപക്ഷത്തിൻ്റെ മാർജിനിൽ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും നിന്നാണ് കളിക്കുന്നത്. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്ത് ഫലം വന്നാലും ശരി, തങ്ങൾ പറഞ്ഞത് തെറ്റിയില്ല എന്ന് പറയാനുള്ള ഒരു മാർജിൻ ഇട്ടാണ്. അതിന് ഉദാഹരണത്തിന് ഇപ്പോൾ UDF വിജയം പ്രഖ്യാപിച്ച മനോരമ സർവേ തന്നെ നോക്കുക. മനോരമ സർവേയിൽ UDF 67 മുതൽ 86 സീറ്റ് വരെയാണ് പ്രവേശിച്ചിരിക്കുന്നത്. LDF 51 മുതൽ 70 സീറ്റും. അതായത് 67 സീറ്റ് എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം ഇല്ല, പക്ഷേ അത് 86 വരെ പോകാം. LDF സംബന്ധിച്ച് 51 സീറ്റിൽ മുതൽ 70 വരെ എത്തുമെന്ന് പറയുമ്പോൾ ഭൂരിപക്ഷത്തിന് അടുത്തെത്തിക്കഴിഞ്ഞു. അപ്പോൾ ആര് വന്നാലും പറഞ്ഞു നിൽക്കാം. ഇത് തന്നെയാണ് മാതൃഭൂമിയുടെ കാര്യത്തിലും. മാതൃഭൂമി കോർ എന്ന് പറയുന്ന ഏജൻസിയുമായിട്ട് ചേർന്നാണ് സർവേ നടത്തിയിരിക്കുന്നത്. അവിടെ UDF 62 മുതൽ 72 സീറ്റ് വരെ, അതായത് ഭൂരിപക്ഷത്തിലേക്ക് വേണമെങ്കിൽ എത്താം എന്നാണ് പറയുന്നത്. LDF ആണെങ്കിൽ 67 മുതൽ 78 വരെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മുൻതൂക്കം കൊടുക്കുന്നത് LDF. NDAക്ക് 0 മുതൽ 2 വരെ സീറ്റും. അപ്പോൾ ഈ 2 സർവേ നോക്കിയാൽ ആരും ജയിക്കാം എന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. റിപ്പോർട്ടർ ചാനലിലേക്ക് വരുമ്പോൾ അവർ സർവേ മുഴുവൻ പൂർത്തിയാക്കിയിട്ടില്ല. ആദ്യത്തെ ഘട്ടത്തിൽ ഏകദേശം ഒരു 40-45 സീറ്റുകൾ അവർ നോക്കിയപ്പോൾ UDF 28 മുതൽ 38 വരെ, LDF 32 മുതൽ 41 വരെ. അതായത് ചെറിയൊരു മുൻതൂക്കം അവർ ഈ LDF കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവരുടെ സർവേ പൂർത്തിയായിട്ടില്ല. എന്നാൽ ബിഗ് TV UDF വിജയം പ്രഖ്യാപിക്കുന്നത്. UDF 74 സീറ്റ് വരെ. അവർ ഈ റേഞ്ച് ഒന്നും പറഞ്ഞിട്ടില്ല. 74 സീറ്റ് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. 74 സീറ്റ് UDF കിട്ടാം, 64 സീറ്റ് LDF. ഇതാണ് അവരുടെ പ്രവചനം. എന്നാൽ മലയാളം ന്യൂസ് എന്ന് പറയുന്ന ചാനലിലേക്ക് പോകുമ്പോൾ അത് UDF 50 മുതൽ 82 വരെ, LDF 78 മുതൽ 90 വരെ. ഇത് നേരത്തെ ഒരു സർവേ നടത്തിയിരുന്നത് ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഏജൻസി. അവർ UDF തീരെ വിജയം പറയുന്നില്ല. അവർ LDF ഒരു എന്താ പറയുന്ന ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 104 മുതൽ 120 സീറ്റ് വരെ. LDF 20 മുതൽ 36 സീറ്റ് വരെ ആയിട്ട് ഒതുക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടതിനേക്കാളും ദയനീയമായ പരാജയമാണ് ADF. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം സർവേകളിൽ ആളുകൾക്കൊരു വിശ്വാസം വരില്ല. രാജ്നീത് പൾസ് എന്ന് പറയുന്ന ഒരു ഏജൻസി നടത്തിയ സർവേയിൽ UDF 94 സീറ്റാണ് പ്രവചിക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഏത് മുന്നണിക്കും UDF LDF വിജയം വരാമെന്നുള്ള നിലയിലാണ് പ്രവചനം. ഇതിനൊരു കാരണം എനിക്ക് തോന്നുന്നത് ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി അല്ലെങ്കിൽ വലിയൊരു ഒരു തരംഗമൊന്നും ഈ സർവേയിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു സേഫായിട്ടുള്ള ഒരു നിലയിൽ നിൽക്കുക എന്നുള്ളതായിരിക്കും അവർക്ക് നല്ലതെന്ന് തോന്നിയത്. ചിലതൊരു എഡ്ജ് കണ്ടവർ ആ എഡ്ജ് മാത്രം പറഞ്ഞിരിക്കുന്നു എങ്കിൽ മറ്റേ മുന്നണിക്ക് തോൽവി ഉണ്ടാവുമെന്ന് അസന്നിഗ്ധമായി പറയാനും വയ്യാത്തൊരവസ്ഥ. പക്ഷേ എനിക്ക് തോന്നുന്നത് ചില മുന്നണികൾക്ക്, കേട്ടത് ശരിയാണെന്നറിയില്ല, കൂടുതൽ സീറ്റുകളുടെ ഒരു സർവേ ഫലം വന്നെങ്കിൽ പോലും അവർക്കത് മുഴുവൻ അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഭയം ഉള്ളതുപോലെ തോന്നുന്നു. മാത്രമല്ല വാരിക്കോരി പരസ്യങ്ങൾ കിട്ടിയത് കൊണ്ട് പെട്ടെന്ന് ഭരിക്കുന്ന സർക്കാരിനെ തള്ളിപ്പറയാനുള്ളൊരു ബുദ്ധിമുട്ട് കാണും. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലത്തെ ഈ 2 മുന്നണി നേതാക്കന്മാരെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. പിണറായി വിജയൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് വിജയ സർവേകളെ, പ്രീപോൾ സർവേകളൊന്നും തനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞു. പിന്നെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചും അത് തന്നെയാണ് നിലപാട്. എങ്കിലും ആളുകളെ സംബന്ധിച്ച്
സർവേ എത്ര വിശദമായി നടത്തി എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. കാരണം ഈ സാമ്പിൾ സർവേ എന്ന് പറയുന്നത് വളരെ ശാസ്ത്രീയമായിട്ട് നടത്തേണ്ട ഒരു സംഗതിയാണ്. അത് നമുക്കറിയാവുന്നത് പോലെ കേരളത്തിൽ മാത്രമാണ്, കേരളത്തിലെ എല്ലാ സ്റ്റേറ്റുകളിലും പോയി എല്ലാ മണ്ഡലങ്ങളിലും പോയി ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ശാസ്ത്രീയമായിട്ടുള്ള ഒരു സർവേ എടുക്കുന്നത്, അതിനകത്ത് സ്ത്രീകൾ വേണം, പുരുഷന്മാർ വേണം, കുട്ടികൾ വേണം, എല്ലാവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ സീനിയർ സിറ്റിസൻ്റെ അഭിപ്രായം വേണം. അതുപോലെ തന്നെ ജാതി മത അടിസ്ഥാനത്തിലുള്ള വിഭജനം വേണം, മേഖല തിരിച്ചുള്ള വിഭജനം വേണം. ഇങ്ങനെയെല്ലാം ശാസ്ത്രീയമായിട്ട് ഇത് തരം തിരിച്ചിട്ടാണ് സർവേ നടത്തുന്നത്. അത്തരത്തിലുള്ള സർവേ എത്രമാത്രം നടന്നു എന്നുള്ളതും അത്തരം സർവേകളിൽ ഒരിക്കലും കൃത്യമായിട്ട് ഇന്ന മണ്ഡലങ്ങളിൽ വിജയം കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിയുകയുമില്ല. മൊത്തത്തിൽ കേരളത്തിൻ്റെ ഒരു ട്രെൻഡ് വെച്ചുകൊണ്ട് ഇത്ര സീറ്റ് UDF അല്ലെങ്കിൽ ഇത്ര സീറ്റ് LDF എന്ന് പറയാനേ പറ്റുള്ളൂ എന്നാണ്. ഇതേക്കുറിച്ച് വളരെ വിദഗ്ധമായി പഠിച്ചിട്ടുള്ള, ഇത് ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ള, ശാസ്ത്രീയമായി അതിൽ പരിശീലനം നേടിയിട്ടുള്ള സഫോളജിസ്റ്റ് എന്ന് പറയുന്ന ഈ പ്രീ പോൾ സർവേ വിദഗ്ധന്മാർ, ശാസ്ത്രീയമായിട്ട് സർവേ ചെയ്യുന്നവർ പറഞ്ഞിട്ടുള്ള കാര്യം. പക്ഷേ ഇത് ഓരോ മണ്ഡലം 150 മണ്ഡലത്തിലെ വിജയവും പരാജയവും എല്ലാം കൃത്യമായിട്ട് പ്രവചിക്കുകയാണ്. ഇതിൽ എത്രമാത്രം വിശ്വാസ്യത ഉണ്ടെന്നുള്ളത് ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നു കഴിഞ്ഞ് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. എങ്കിൽ പോലും ഇങ്ങനെ ഒരു മുന്നണിയും ഒരു വോട്ടർമാരും വോട്ട് ചെയ്യുന്ന ഒരാളും കേരളത്തിലെ ഒരാളും തങ്ങളുടെ പാർട്ടി തോക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഏത് സർവേ വന്നാലും ആദ്യം തൊട്ട് അവസാനം വരെ കേട്ടിരിക്കാനുള്ള ഒരു കൗതുകവും ഒരു ജിജ്ഞാസയും എല്ലാവർക്കും ഉള്ളത് കൊണ്ട് എല്ലാ ചാനലുകളും കൃത്യമായിട്ട് അത് മുതലെടുത്തുകൊണ്ട് ആവർത്തിച്ച് സർവേ നടത്തുകയാണ്. എന്തായാലും നമുക്ക് ഈ സർവേ ഫലം വളരെ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് അതുവരെ കാത്തിരിക്കാനും നിവൃത്തിയുള്ളൂ.